പക്ഷെ എനിക്കൊരു ഭാര്യ ഉണ്ട് കേട്ടോ. വന്നതും അറിയല്ല, പോയതും അറിയല്ല, ഒന്നും. ഓൾ പാവ. ഓളോ ഇങ്ങനെ ഒരാളുള്ളതേ ഓളോ. നിങ്ങളെല്ലാം എങ്ങനെയുണ്ട് സാർ ഭർത്താവ് ഭാര്യ? അത് ശരി, നമ്മളെല്ലാം ഒരേപോലെ തന്നെ കേട്ടോ. നമുക്ക് ഇപ്പോഴും ആരാണ് താങ്ങ്? എൻ്റെ വായോണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം നമ്മളെല്ലാം ഒരേ വികാരാന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും അന്നും അമ്മ വാതിൽ തുറന്നു. വാതിൽ തുറന്നിട്ട് അമ്മേൻ്റെ ചോദ്യം ചപ്പാത്തിയാറ്റം വേണമെന്ന് 2:30 മണിക്ക്. എനിക്ക് ദേഷ്യം. പക്ഷെ എൻ്റെ അമ്മയുടെ സ്നേഹം ഇപ്പോഴും മകൻ ഭക്ഷണം കഴിച്ചോ എന്ന് ആശങ്കപ്പെടുന്ന 93 വയസ്സുകാരിയുടെ മോനാ ഞാൻ. എൻ്റെ ഭാര്യ ഇതുവരെ ചപ്പാത്തി വേണമെന്ന് അറിയില്ല. മനസ്സിലായി? ഇങ്ങനെ നിങ്ങളെല്ലാം എങ്ങനെയുണ്ട് സാർ ഭാര്യയോടല്ലോ? ഒന്നും ഞാൻ ക്ലാസ് ഒന്നും എടുക്കണ്ട കേട്ടോ. ഈ ചോദ്യം അങ്ങ് ചോദിച്ചാലേ നിങ്ങളെ മുഖം പറയുന്നുണ്ട്. ബാക്കി നിങ്ങൾ വളരെ ഫ്രണ്ട്ലി ആണോ ഭാര്യയായിട്ട്? ഞാനും എൻ്റെ ഭാര്യയും എന്നെയും കാണണം കേട്ടോ. കുറച്ച് കാലം ഞങ്ങൾ ഫ്രണ്ട്സേനു. ഇപ്പം നിങ്ങൾ എൻ്റെ വീട്ടിലൊന്ന് വരി, കാണുമ്മില്ലേ കിരിയും മൂർക്കനം പോലെ ഞാൻ. നിങ്ങളെല്ലാം എങ്ങനെ? നിങ്ങൾ ഭാര്യയായിട്ട് അടികൂടലുണ്ടാ? അടികൂടുമ്പം ഭാര്യ പറയുന്ന വർത്താനം എന്താ സാർ ഒന്ന് പറ. ഇവിടെ പറഞ്ഞുകൂടാന്നാ? എനക്കും പറഞ്ഞുകൂടട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാനും ഭാര്യ ഓരോ നിമിഷവും അടികൂടുമ്പോഴും ഓൾ എന്നോട് പറയുന്ന വർത്താനം എന്താ അറിയോ? എനക്കത്ര നല്ല വന്നിക്ക്, മറ്റോ വന്നിക്ക്, ഉണ്ടക്കണ്ണെ, ആനച്ചെവിയെ. നിങ്ങൾ പറയ കേൾക്കില്ല. മക്കളെ മുമ്പെന്നാ ഈ പറയുന്നേ. അറിയോ നിങ്ങള്? എൻ്റെ മോള് കഴിഞ്ഞ ദിവസം പറയാന്നറിയോ? അമ്മക്കൈ ഉണ്ടക്കണ്ണനെ കഴിച്ചാൽ പോരേനാ, ഈ പൊട്ടനെ കഴിക്കണേനോന്ന്. അതിൻ്റെ അർത്ഥം എന്താ? മക്കൾക്ക് പോലും നമ്മളെ മടുത്ത്. കാരണം എന്താ? മോളിങ്ങനെ പറയാ. പക്ഷെ ഒരു കാര്യം ആണുങ്ങളെ നിങ്ങൾ ഓർമ്മിച്ചോ, കേരളത്തിൽ ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കായി വന്ന് മരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? എന്തുകൊണ്ട്? നിങ്ങൾ ഇതുവരെ ചിന്തിച്ചാ? എന്നാ സ്ത്രീകളെല്ലാം എന്താ? ഓലിക്ക് എന്താ ആർട്ടില്ലേ? ഓല് മരിക്കുന്നില്ലല്ലോ. ഓല് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാതിരിക്കാൻ കാരണം എന്താ? ഇന്ന് തൊട്ട് മനസ്സിലായിക്കൊള്ളി, ഈ പദം പറച്ചലും കരച്ചലുമാണ് ഓല വിജയം. 1 2 മൂക്കുന്നും കണ്ണൊന്നും വെള്ളം ഇങ്ങനെ ഒലിപ്പിക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കരച്ചൽ വരുമോ? നമുക്കാണെങ്കിൽ ഇങ്ങനെ നമ്മളെ കൂട്ടി അങ്ങ് കൊണ്ടുപോവാണ്. അവിടെ ആണുങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്നറിയോ? ജീവിതം നശിച്ചു പോകാതിരിക്കാൻ ഇന്നു മുതൽ നിങ്ങളും കരയണം. ഓല് കരയുമ്പം ആടുന്ന് കരയണ്ട. മക്കളെ മുമ്പ് നോടി ബാത്റൂമിൽ പോവാ, പൈപ്പ് ശക്തി തുറക്കുക, ബഹന്നങ്ങ് കരയുക. കണ്ണുനീരിങ് വന്നാലില്ലേ, ഞാൻ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി തരുന്നു, നിങ്ങളെ ഹൃദയം നിശ്ചലമാവില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളും കരയണം, നിങ്ങളെ മക്കളും കരയണം. ഞാൻ മക്കൾ ഈ കരച്ചലിനെ കുറിച്ച് പറയാനുള്ള വലിയ കാരണം എന്താ അറിയോ? ഈ അടരുന്ന ഭാവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് ക്ലാസ് എടുത്തത് വയനാട്ടിലുള്ള ആ സ്ഥലം പിണങ്ങോടോ അങ്ങനെ ഏതൊരു സ്ഥലത്താണ്. ക്ലാസ് തുടങ്ങാൻ ഇന്നത്തെ പോലെ തന്നെ 1 മണിക്കൂർ ആടിയും വൈകി. ആടെ പക്ഷെ ഞാൻ വൈകിയതല്ല, ഞാൻ നേരത്തെ എത്തിയിരുന്നടാ. അവിടെ ക്ലാസ് വൈകാൻ കാരണം പരിപാടി നടക്കുന്ന ഒരു ടർഫ് ഗ്രൗണ്ടിലായിരുന്നു. അതിൻ്റെ താഴത്തെ വീട്ടിലുള്ള 5ാം ക്ലാസ്സിലെ ചെക്കൻ, അവൻ്റെ ഉമ്മ അവനെ കുളത്തിൽ കുളിക്കാൻ വിടാത്തതിൽ പ്രതിഷേധിച്ച് ആ വീടിൻ്റെ കഴുക്കോലിൻ്റെ മേലെ തൂങ്ങി മരിച്ചറിഞ്ഞു. എത്രാം ക്ലാസ്സിലെ കുട്ടി? 5ാം ക്ലാസ്സിലെ കുട്ടി. ആ ശവശരീരങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനെല്ലാം കൊണ്ടുപോയതിന് ശേഷമാണ് ആ പരിപാടി തുടർന്നത്. കാരണം അത് ഒരു സംസ്ഥാന തലത്തിലുള്ള പരിപാടി ആയതുകൊണ്ട് എനിക്ക് നിർത്താൻ പറ്റിയില്ല. 5ാം ക്ലാസ്സിലെ കുട്ടി മരിച്ചത് എന്തിനാ? കുളത്തിൽ കുളിക്കാൻ വിടാത്തതിന്. കൃത്യം 3 ആഴ്ച മുമ്പേ നമ്മളെ വടകര ഒരു ചെക്കൻ മരിച്ചല്ലോ, 6ാം ക്ലാസ്സിലെ ചെക്കൻ തൂങ്ങി മരിച്ചല്ലോ. നിങ്ങൾ ഇതൊന്നും അറിയല്ല? 6ാം ക്ലാസ്സിലെ ചെക്കൻ തൂങ്ങി മരിച്ചപ്പോൾ അവൻ്റെ കീശയിൽ നിന്ന് പോലീസിന് കിട്ടിയ കടലാസ് കഷ്ണമുണ്ട്. ആ കടലാസ് കഷ്ണത്തിൽ അവൻ എഴുതി വെച്ച വാക്ക് എൻ്റെ മുമ്പിലുള്ള ഓരോ രക്ഷകർത്താവും കേട്ടോ. എൻ്റെ സ്കൂളിൽ നിന്ന് പോകുന്ന ടൂറിന് വിടാത്തതിൽ പ്രതിഷേധിച്ച് ഞാൻ മരിക്കുന്നു എന്ന്. ഇവിടെ വളയമ്പുഴ അടുത്തല്ലേ? വളയത്ത് കഴിഞ്ഞ 2 മാസം മുമ്പാണല്ലോ 9ാം ക്ലാസ്സിലെ കുട്ടി വിഷം കുടിച്ച് മരിച്ചത്. ആ വിഷം കുടിച്ച് മരിച്ച കുട്ടി എഴുതി വെച്ച 3 പേജ് കടലാസിൽ ആ കുട്ടിയുടെ വിഷമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ ആളുകളും ആ കുട്ടി എഴുതി വെച്ച ആ വാക്കുകളൊന്ന് വായിക്കണം. അത് വായിക്കുന്ന ഒരു ഉമ്മയ്ക്കും സമാധാനത്തോടു കൂടി കസലയിൽ ഇരിക്കാൻ കഴിയില്ല. അത് വായിക്കുന്ന ഒരു ബാപ്പയ്ക്കും നമ്മുടെ കുട്ടിയെ വീട്ടിലിരുത്തി ഈ പരിപാടിക്ക് വന്നിരിക്കാൻ കഴിയില്ല. അത്രയേറെ സങ്കടങ്ങളാണ് കുട്ടി എഴുതി വെച്ചത്.
ഈ 6ാം ക്ലാസ്സിലെ കുട്ടി ടൂറിന് വിടാത്തതിൽ പ്രതിഷേധിച്ച് മരിച്ചു എന്ന് പത്രത്തിൽ വലിയ ചക്കക്കുരു പോലത്തെ വാർത്ത ഉണ്ടായിരുന്നു. ആ വാർത്ത ഞാൻ എൻ്റെ 93 വയസ്സുള്ള അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. അമ്മയോട് പറഞ്ഞു, അമ്മ ഈ വാർത്ത ഒന്ന് വായിക്കമ്മ. അമ്മ ഇത് വായിച്ചിട്ട് പറഞ്ഞു, മറുപടി എന്നറിയോ? അമ്മ ഒരൊറ്റ ചിരി. ഞാൻ ചോദിച്ചു, അമ്മ 6ാം ക്ലാസ്സിലെ കുട്ടി മരിച്ചെടുത്ത് അമ്മ ചിരിക്കുകയാണോ വേണ്ടത്? നിങ്ങൾ എന്ത് അമ്മയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ മറുപടി എന്നറിയോ? ഞാൻ അതിനല്ല ചിരിച്ചത്, ഞാൻ ഇന്നെക്കുറിച്ച് ആലോചിച്ച് ചിരിച്ചതാ. അപ്പം ഞാനെന്താക്കിക്കങ്ങളാ? എൻ്റെ അച്ഛൻ 1ാം ക്ലാസ് മുതൽ ഡിഗ്രി ക്ലാസ് വരെ ഏതെങ്കിലും ഒരു ക്ലാസ് നിന്നെ ടൂറിന് വിട്ടിനോ? ഞാൻ പറഞ്ഞില്ല. എന്നാ ഇനി തൂങ്ങി വീട് മുഴുവൻ പണ്ടാരടങ്ങണ്ടേനോ എന്ന് എൻ്റെ അമ്മ എന്നോട്. ഞാൻ അന്നേരം ആലോചിച്ചേ, ഞാൻ മരിച്ചിട്ടില്ല. നിങ്ങൾ മരിച്ചില്ല ടൂറിന് വിടാത്തതിന്? എന്തുകൊണ്ട് മരിച്ചില്ല? ഈ നാട്ടിലെ സകല കുട്ടികളും എന്താ മരിക്കുന്നത്? ഞാൻ ഇതേ വാർത്ത എടുത്തിട്ട് എൻ്റെ ഭാര്യയ്ക്ക്, എനിക്കൊരു സുന്ദരിയ ഒരു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഓക്കെ ഒരൊറ്റ കാണിക്കൽ. ഓളോട് പറഞ്ഞു, വായിക്കൂ ഭാര്യ. ഓളിത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, സംഗതി ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ചോദിച്ചു, എന്താണ് മനസ്സിലായത്? ഓക്ക് മനസ്സിലായെന്നറിയോ? ഓൾ എന്നോട് പറഞ്ഞത്, ടൂറ് എന്ന് പറയുമ്പോൾ അന്നേരം വിട്ടുവിടണം പിള്ളറ, ഇല്ലെങ്കിൽ ചത്താളി ഒന്നും. നിങ്ങൾ ആരുടെ പക്ഷത്താണ്? എൻ്റെ അമ്മേൻ്റെ പക്ഷത്താണോ എൻ്റെ ഭാര്യയുടെ പക്ഷത്താണോ? ടൂറ് എന്ന് ചോദിക്കുമ്പോൾ ടൂറിന് വിടുന്ന, മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന, കാറെന്ന് പറയുമ്പോൾ കാറിൽ സഞ്ചരിപ്പിക്കുന്ന, അങ്ങനെ മക്കൾ നിങ്ങളെ സ്നേഹിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളെ മക്കൾ ചോദിക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഒരു ദിവസം എഴുതി കൊടുക്കാൻ കഴിയാത്തൊരു സാധനത്തിന് ആ കുട്ടി ചോദിക്കും, അന്നും ആ കുട്ടി മരിക്കും. അതുകൊണ്ട് ഞാനിപ്പം നോക്കുമ്പോൾ എന്താണെന്ന് പറയാം, ഞാൻ മരിക്കാതിരിക്കാൻ കാരണം എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, രണ്ടാളാ. ഓലിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷെ എങ്ങനെ എന്നെ പോറ്റണമെന്ന് ഓലിക്ക് അറിയായിരുന്നു സ്കൂളിൽ നിന്ന്. പക്ഷെ എനിക്കിപ്പോഴാണ് മനസ്സിലായി, എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു മുഹമ്മദ് ഉണ്ട്. മുഹമ്മദിൻ്റെ ബാപ്പയും എൻ്റെ അച്ഛനും വളരെ ഫ്രണ്ടാണ്, ഞാനും മുഹമ്മദും ഫ്രണ്ടാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് തിരിഞ്ഞത്, ഞാളെ രണ്ടാളെയും എൻ്റെ അച്ഛനും എൻ്റെ ബാപ്പയും കൂടി പറ്റിച്ച്. എന്നോട് ടൂർ പറയുമ്പം എൻ്റെ അച്ഛൻ പറഞ്ഞെന്നറിയോ, മുഹമ്മദ് പോകുന്നുണ്ട് ഇഞ്ഞി പോട്, എനക്കെന്താ, മുഹമ്മദ് പോകുമല്ലോ, ഇന്ന് ഇഞ്ഞി പോകും, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ വിചാരിച്ചു തങ്കപ്പെട്ട അച്ഛൻ തന്നെ. മുഹമ്മദോട് പറഞ്ഞെന്നറിയോ, ഓൻ പോകുന്നുണ്ട് ഇഞ്ഞി പോട്, എന്ത് പ്രശ്നം ഇതില്ല. പക്ഷെ ഞങ്ങൾ രണ്ടാളും ഇത് വീട്ടിൽ ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാത്തതുകൊണ്ട് ഇപ്പാ ഞങ്ങൾക്ക് തിരിഞ്ഞത്. പക്ഷെ അപ്പോഴേക്കും രണ്ടുപേരും ഇല്ലാണ്ടായിപ്പോയി. പക്ഷെ അത് തന്നെയായിരുന്നു ഒരച്ഛൻ്റെയും ബാപ്പയുടെയും വിജയം. ശരിയാണോ തെറ്റാണോ? അങ്ങനെ അച്ഛൻ ടൂറിന് പോകണ്ടെന്ന് പറഞ്ഞില്ലേ, അച്ഛൻ ടൂറിന് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതെന്നറിയോ, വിടുകയായിരിക്കൂ, ഇനി ഒന്ന് അച്ഛൻ്റെ ചോട്ട് പോയി കരഞ്ഞോ. ഞാനിത് കേട്ടതും അച്ഛൻ്റെ കാലിൻ്റെ ചോട്ട് പോയിട്ട് ഒരൊറ്റ കരച്ചിൽ. കരച്ചിലൊന്നും വരുന്നില്ലെങ്കിലും കരഞ്ഞ്, ടൂറാണല്ലോ, കരഞ്ഞാൽ കിട്ടുന്ന എന്താ, ടൂറാണ്. 20 മിനിറ്റ് ഞാൻ കരഞ്ഞു. അച്ഛൻ ഒരു കൂസലുമില്ല, അച്ഛൻ പേപ്പർ വായിക്കലോട് വായിക്കല്. ഞാൻ ഇടക്കിടക്ക് നോക്കുക കാര്യ. അമ്മ ചായ കൊടുക്കാൻ വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല, ചങ്ങായിക്ക് ഇഞ്ഞ നോക്കുന്നേ ഇല്ല, ഇനി കമൻട്രി പറ, കമൻട്രി. ഇത് കേട്ടപ്പോൾ നമുക്ക് വീണ്ടും ആവേശമായി. ഞാൻ തുടങ്ങി കമൻട്രി. എന്നെ എന്തിന് ജനിപ്പിച്ചു, എന്നെ കൊന്നൂടായിരുന്നു, ആയിഷ പോന്ന്, ബിന്ദു പോന്ന്, മുഹമ്മദ് പോന്ന്, നെഞ്ഞത്തടി ടപടാ ടപടാന്ന് ഇങ്ങനെ അടിച്ചപ്പോൾ അമ്മ പറഞ്ഞു, സൂപ്പറാന്നുണ്ട്, കരഞ്ഞോ? 10 മിനിറ്റ് പിന്നെയും ഞാൻ കരഞ്ഞു. എൻ്റെ നെഞ്ചിങ്ങനെ പൊട്ടുകയെന്നല്ലാണ്ട് ചങ്ങായിക്കൊരു കൂസലുമില്ല. അവസാനം അച്ഛൻ പേപ്പർ വായിച്ചപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഇറയത്ത് എപ്പോൾ ഒരു വടി ഉണ്ടാവും കേട്ടാ, അതെനക്കുള്ള സാധന, അതെനിക്ക് ചെറുപ്പത്തിലേ അറിയാം. അവിടെ സ്കൂളിലെല്ലാം പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചെന്നറിയാം, വടി ഉപദ്രവിക്കരുത്, അച്ഛൻ്റെ കയ്യിലേക്ക് ഇനി വന്ന് വെട്ടിട്ട് എന്നെ കൊല്ലരുതെന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് അടി ഏത് നിമിഷവും നമുക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അച്ഛൻ ആ വടിയെടുത്തിട്ടില്ലേ, 4 അടി. ഞാൻ ചോദിച്ചു, ഇതെന്തിനാ അടി എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞറിയോ, ടൂറ് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പോകുന്നില്ല, പിന്നെ ഇനി ഇവിടുന്ന് മോങ്ങേണ്ട ആവശ്യമില്ലല്ലോ. വടി പിന്നെ എടുത്ത് വീശപ്പില്ലേ, എനിക്ക് സംഗതി മനസ്സിലായി, വിടൂല ഭണ്ഡാരം. എനിക്കൊരു വിഷമമില്ല. ഞാൻ ആടുന്ന സങ്കടമെല്ലാം പോയിട്ട് മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു നായ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്ന പോലെ ഒരു തോന്നൽ. ആ നായിനൊരു കല്ലെടുത്ത് അങ്ങ് എറിഞ്ഞപ്പോൾ ഇല്ലേ, നായി മുഹന്ന് കരഞ്ഞപ്പോൾ എൻ്റെ ടൂർ ഈലോടി അങ്ങ് ഇറങ്ങിപ്പോയി. ഉളുപ്പില്ലാണ്ട് ഞാൻ കളിക്കാൻ പോയി. പിറ്റേന്ന് ഉളുപ്പില്ലാണ്ട് അമ്മേൻ്റെ അടുത്ത് ചായ വാങ്ങി കുടിച്ച് അച്ഛൻ്റെ അടി പിന്നെയും വാങ്ങി.
ഞാൻ മരിച്ചിട്ടില്ല. എന്താ മരിക്കാതിരിക്കാൻ കാരണം? സങ്കടം വരുമ്പോൾ കരയിപ്പിക്കാനുള്ള ചങ്കൂറ്റം എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ സൂപ്പി മാഷിനും ഉണ്ടായിരുന്നു. പരീക്ഷ തോറ്റപ്പോൾ അവർക്ക് ഒരു സങ്കടം ഉണ്ടായിട്ടില്ല. കാരണം എന്താ? സൂപ്പി മാഷ് കീറിയും കിട്ടുമെന്ന്. ഈ അടിയങ്ങ് കിട്ടിയപ്പോൾ ഇല്ലേ, തോൽവി ഈലോടി അങ്ങ് ഇറങ്ങിപ്പോയി. ശരിയാണോ തെറ്റാണോ? അല്ലാണ്ട് ആ സൂപ്പി മാഷ് എന്നെ ഉപദേശിക്കുമെന്നല്ല ചെയ്തത്. മോനെ ഇനിയും പഠിക്കണം, പണ്ടാരക്കാലാന്നൊന്നും പറഞ്ഞില്ല. ചത്ത് പഠിച്ചിക്ക്. പക്ഷെ എൻ്റെ സൂപ്പി മാഷ പ്രത്യേകത, എന്നെ ഭയങ്കര ഇഷ്ടാട്ടോ അവർക്ക്. കാണുമ്പം എന്നോട് പറയുന്ന പറയാം, എന്തിനാടാ ഇങ്ങ് പോരുന്നത്, ആടെങ്ങാങ് ഉത്തിരിഞ്ഞൂടറാ, മറ്റോലെയും കൂടി നശിപ്പിക്കുവാനായിട്ട്. ഇത് കേട്ട് എനിക്കിപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കല്യാണ ജീവിതം, എൻ്റെ വിവാഹ ജീവിതം ഓൾ ഇങ്ങനെയല്ല ആയിട്ടില്ലേ, എനിക്ക് നല്ല സുഖമുണ്ട്. കാരണം എൻ്റെ സൂപ്പി മാഷ് പറഞ്ഞ അത്രയൊന്നും ഓള് പറയുന്നില്ല. അങ്ങനെ ഒരു സമാധാനം. കാരണം സൂപ്പി മാഷ് എന്നോട് എന്തെല്ലാ പറഞ്ഞതെന്ന് അറിയോ? നിങ്ങളോട് പറഞ്ഞില്ല അങ്ങനെ. അത് തന്നെയാണ് നമ്മൾ ഇന്ന് എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ഇവിടെ നിൽക്കുന്നത്. ശരിയാണോ തെറ്റാണോ?